വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ സന്ധ്യച്ച് ഇപ്പൊ വന്നതാണ് അമ്മേനെ കാണാന്. കുറച്ച് ദിവസമായി പോയിട്ട് പണിയുള്ള കാരണേ എപ്പോഴും ഇവിടെ വന്ന് നിക്കാൻ പറ്റൂല. നാളത്തെ പണിയെ പോയിട്ട് ഇപ്പൊ ഒരു പണി കിട്ടിയതാണ്. അപ്പൊ അത് വിചാരിച്ചിട്ടാണ്. പിന്നെ സിന്ധ്യച്ചിയും പോയതാണ്. ഇനിയിപ്പൊ എല്ലാരും നാളെ വരും. കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അമ്മന്നെ കുറച്ചൊക്കെ ഒരു റെഡിയാണ് കേട്ടോ. അമ്മേനെ കാണിച്ചു തരാം. അപ്പൂസിന്റെ പൂജയൊക്കെ ആയിട്ട് ചില ദിവസമാണെങ്കിലേ മുഖൊക്കെ ഒരു നല്ല പിറ്റേ ദിവസം പിന്നെ അങ്ങനെ ഒന്നിനും വയ്ക്കൂല. അങ്ങനെ അതാ വേദന വന്നാ പിന്നെ അമ്മയ്ക്ക് വേദന വന്നിട്ടുണ്ട് അവിടെ കിടക്കും. അതാണ് ഇടയ്ക്കാണോ വരും കേട്ടോ. ഇന്ന് പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് അപ്പൂസ് അമ്പലത്തിൽ പോയിട്ട് പ്രസാദമൊക്കെ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇന്നലെ ഒന്നും വീഡിയോ ഉണ്ടായിട്ടില്ല. ഇപ്പൊ അല്ലെങ്കിൽ ഒന്നരാടം ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റണുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നും വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിക്കാം. ഒരു ദിവസമൊക്കെ വൈകാന്നല്ലാതെ പിറ്റേന്ന് എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യങ്ങൾ പറയണം എന്നുള്ള ആ ഒരു നിർബന്ധം കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ സന്തോഷേട്ടന് തീരെ സുഖമല്ല, അതേപോലെ തന്നെ അപ്പൂസിന് സുഖമില്ല. എന്നിട്ട് രണ്ടാൾക്കും പെട്ടെന്ന് വയ്യാതെ കേട്ടോ. അമ്മേനെ നാളെയാണ് റിപ്പോർട്ടൊക്കെ കൊണ്ടുപോകേണ്ടത്. അതിനൊരു തടസ്സം വരരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മേനെ നോക്കേണ്ട ആളെന്നെ കിടപ്പിലായി. ഇന്നലെ വെച്ചാല് ഉച്ചക്ക് ഈ സമയത്തൊക്കെയാണ് പെട്ടെന്ന് വിറയ്ക്കുന്ന പനിയും വേദനയും എല്ലാം വന്നു പോലെ. അവന് കാലുവേദനയും കൈവേദനയും നല്ലൊക്കെ വേദന അതാവും പനി. പക്ഷെ ഞങ്ങൾ ഇന്നാള് മൂത്രക്കല്ലിന്റെ അസുഖത്തിന് ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പം ഇനി അതിന്റെ മരുന്ന് കുടിച്ചിട്ട് അങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ തമ്മിൽ അഭിപ്രായം പറഞ്ഞു കേട്ടോ. പക്ഷെ ഡോക്ടറെ അടുത്ത് ഇന്ന് ഞങ്ങൾ പോയപ്പോ അതോ നലിപ്പത്തെ പനീന്റെ ഒരു ലക്ഷണം. അപ്പൊ മൂത്രം ടെസ്റ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ENT-നെ കാണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർക്ക് രണ്ടാക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ പനി വന്നാൽ പെട്ടെന്ന് തലേന്റെ ബാലൻസ് പോകും. പിന്നെ ഇന്ന് വണ്ടി വിട്ടത് അനിയേട്ടനെ കൊണ്ടുപോയത് വണ്ടിയൊന്നും വിടാൻ വെച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ ഏകദേശം ആ പനി മാറിയിട്ടുണ്ട്. പക്ഷെ നല്ല വേദനയാണ്. കാലിന്റെ വിരലടക്കം വേദനയാണ്. അപ്പൊ നാളേക്കെങ്കിലും ഓക്കെ ആയാൽ മതിയെന്നോന്ന് പറയാണ് വിചാരിച്ച് ഞങ്ങള് തമ്മിൽ പറഞ്ഞിരിക്കുക. അല്ലെങ്കിൽ തന്നെ നമ്മള് ഇങ്ങനെ പോകുമ്പോ നമ്മളെല്ലാം ഇതിലിങ്ങനെ പോകും, നല്ല സന്തോഷത്തിൽ ഇങ്ങനെ പോകും. പിന്നെ രാത്രി ആ വണ്ടിയിൽ കയറി രാവിലെ അവിടെ എത്താനായിട്ട് അപ്പൊക്കെ നമുക്ക് മേലുക്കോടെയും കയ്യും കാലൊക്കെ എന്താണ് കയ്യും കാലൊക്കെ വേദന നോക്കും. പിന്നെ നമ്മള് അത് അവിടുത്തെ എന്താണ് ഡോക്ടറെ കാണിക്കലും ടെസ്റ്റും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മള് ചോറ കൊണ്ട് കഴിഞ്ഞ് പോരുമ്പോ അതേപോലെ രാത്രിയാകുമ്പോ അങ്ങനെ പനിക്കുന്ന മാതിരിയോ വേദന അങ്ങനെ എന്തൊക്കെ നമുക്ക് തന്നെ തോന്നും. രോഗിയാക്ക് അത്ര കേടില്ല തോന്നുക. ഈ ഒപ്പം പോണവർക്ക് തീരെ സുഖം. പിന്നെ ചില സീറ്റും കിട്ടിയിരുന്നില്ല. അവർക്ക് അങ്ങോട്ട് പോകാൻ സീറ്റില്ല. എന്താ നിന്ന് പോണം. അല്ലെങ്കിൽ ഇരിക്കാൻ ഇപ്പൊ എവിടെയെങ്കിലും ഗ്യാപ്പിലൊക്കെ ഇരിക്കാന്ന് വിചാരിക്കാം. പക്ഷെ എത്ര വെച്ചിട്ടാ ഇരിക്കുക? ഇത്രയും സമയം രാത്രി 9:30 കയറിയിട്ട് രാവിലെ വരെ ഒരാൾ അവിടെ തറച്ചിരിക്കാന്ന് വെച്ചാൽ വണ്ടി അവിടെ എത്തുക. അധികവും ഇക്കും അമ്മയ്ക്ക് സീറ്റ് അങ്ങനെ കിട്ടലുള്ളൂ. പിന്നെ സന്തോഷത്തിന് കിട്ടലില്ല. അപ്പൊ ഞാൻ അധികവും എന്താ ചെയ്യാവോ ഇങ്ങനെ ശ്വാസം മുട്ടലും അതൊക്കെ ഉള്ളതല്ലേ. അമ്മയ്ക്കും സുഖമല്ലല്ലോ. അപ്പൊ ഞാൻ കഴിഞ്ഞൊല്ലൊക്കെ ഞാൻ പോയപ്പോൾ വെള്ളത്തിലാണ്. ഞാൻ രാവിലെ അവിടെ വണ്ടി തിരുവനന്തപുരത്ത് ഇറങ്ങുമ്പോ ആകെ നനഞ്ഞിട്ടുണ്ടാവും. ആകെ ഫുള്ള് വെള്ളത്തിലാവും ഞാൻ. അങ്ങനെ ആ വെള്ളം ഇങ്ങനെ വരില്ല വണ്ടീൻ്റെ ഉള്ളിൽ കൂടെ. അങ്ങനെയാണ് പോവല്. ഇടങ്ങേറായിട്ടാണ്. അതൊന്നും അങ്ങനെയല്ല. ഇങ്ങോട്ട് എങ്ങനെ നമ്മള് മറക്കാൻ ശ്രമിക്കട്ടോ. പക്ഷെ അത് ഇങ്ങനെ അതില് രാത്രി ഞാൻ ചോറ് വിളമ്പണ നേരത്തൊക്കെയും വണ്ടി പോണ സൗണ്ട് 9:44 വണ്ടി. അപ്പൊ ഇങ്ങനെ ഒരു മിടിപ്പാണ്. അപ്പൊ ഇങ്ങനെ ആലോചിക്കും. അപ്പൊ നമുക്ക് ഓർമ്മ വരികയാണ്. പക്ഷെ ഇങ്ങക്കൊന്നും ഇവിടേക്ക് കേൾക്കൂലല്ലോ. അവിടേക്ക് വേഗം കേൾക്കും. അപ്പൊ അങ്ങനെ ഒരു കുട്ടികൾ അമ്മ പോവലില്ല ആ വണ്ടി സൗണ്ട് അത് കേൾക്കണ കുട്ടികളെ. അപ്പൊ തന്നെ എന്തോ ഒരു പോലെ തോന്നാം വണ്ടി സൗണ്ട്. അല്ലെങ്കിൽ പിന്നെ രാവിലെയും കേൾക്കും ആ വണ്ടി വരുന്നതിന്റെ സൗണ്ട്. അങ്ങനെ അപ്പൊ നാളെ രാത്രി പോവും. അപ്പൊ സന്തോഷം മാറി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കാണ്. എന്നാലുള്ളൂ ഇപ്പൊ കാര്യങ്ങള്. ഇന്നലെ പനിച്ച് പറിച്ച് കിടന്നപ്പോഴും കൂടി എന്താന്ന് പറയുന്ന അറിയാം. എന്റെ അമ്മേന്റെ ചികിത്സ മുടക്കരുത് ദൈവേ പറഞ്ഞിട്ട് കിടക്കുന്ന. അല്ലെ കൊറേ ദിവസം തുടങ്ങിയിട്ട് പിന്നെ ആ ഡോക്ടറെ ബുക്കിങ് അനുസരിച്ചല്ലേ ഇപ്പൊ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നാളെ ഒന്ന് ഇതായ്യാണ്ട് പോവാൻ പിന്നെ സന്തോഷം അല്ലാതെ വേറെ ആള് പോയിട്ടും കാര്യമില്ലല്ലോ. ഒരാളടുത്ത് കൊടുത്തയക്കുകയും പിന്നെ അമ്മേനെയും കൊണ്ട് പോകണ്ടെങ്കിൽ ഞാൻ പോവും. അല്ലാതെ ഏട്ടൻ പോവാറിഞ്ഞു. അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരന്മാരെങ്കിലും പോട്ടോ. അനിയനോ ചേച്ചിന്റെ ഭർത്താവും ഒക്കെ എല്ലാരും പോകും. പക്ഷെ അതിന് സന്തോഷം ഒപ്പല്ലാതൊന്നും പറ്റൂല. അല്ല ഇപ്പൊ സുഖമില്ലാത്തതും. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ഇടങ്ങേറിലാണ്. നാളേക്ക് ഒന്ന് മാറി കിട്ടിയാൽ മതി എന്ന് ദൈവങ്ങളെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അമ്മ ഓക്കെ. അമ്മ അറിയാം ഒരു കുഴപ്പമുണ്ടാവില്ല. ഒക്കെ കൺട്രോളിങ് പറഞ്ഞു ഉച്ചക്ക്. ആ ഒരു ബലത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാല് അവിടെ ഓക്കെയാണ്. പിന്നെ അവിടെ ഒന്നും പറയാനില്ലല്ലോ.
അപ്പൊ ഇന്ന് എല്ലാവരും ഇങ്ങനെ അടുത്തുള്ള ചേച്ചിമാരും താത്തമാരൊക്കെ വന്നിരുന്നു. ഇപ്പൊ 2 താത്തമാരുണ്ടായിരുന്നു, അവര് പോയി. അപ്പുറത്തെ 3 വീട്ടിൽ ചേച്ചിമാര് വന്നു. ഒരാൾ സ്ഥിരം പോകുമ്പോ വരുന്ന ഒരാൾ വരികയാണ്, ഒരാൾ പോകുമ്പോ ഒരാൾ വരും. അപ്പൊ ആരെങ്കിലും ആയിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്ത് ഉണ്ടാവും. അതും ഒരു സമാധാനം തന്നെയാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്കൊരു സമാധാനം, അമ്മയ്ക്ക് അമ്മേന്റെ പ്രായക്കാരോടും അമ്മേന്റെ തരത്തിലുള്ളവരോട് വർത്താനം പറയുമ്പോഴും ഒരിതാണ്. ഞങ്ങളോട് ഇപ്പൊ ഇങ്ങനെ വീട്ടിലത്തെ വർത്താനം ഇങ്ങനെ അങ്ങോട്ടും പറയാനല്ലേ ഒഴിവുള്ളൂ. അങ്ങനെ അപ്പൊ നമുക്ക് അമ്മയുടെ അടുത്ത് പോയി കേട്ടാ. അമ്മ കുറച്ചേരം ഇരിക്കുന്നു കേട്ടോ. ഇപ്പൊ കിടന്നതാണ്. കുറച്ചു നേരം ഒരു സെക്കൻഡുകളൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫുള്ള് ഇങ്ങനെ കിടത്താണ്. അത് ഈ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കാൻ പറ്റുള്ളൂ. തലേണ വെച്ചതാണ് ഈ സൈഡില്. ഇപ്പുറത്തേക്ക് എപ്പോഴും ഈ ഒരു ഭാഗം കിടക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അപ്പൊ അങ്ങോട്ട് ചെരിയണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഇടത് ഭാഗം വേദന. അത് കാരണം അവിടെ 2 തലേണ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കാനാണ്. പിന്നെ മാസ്ക് ഒക്കെ ഇട്ടതാണ്. ആരെങ്കിലും വരുമ്പോ മാസ്ക് ഇട്ടാണ്. പിന്നെ അത് ഊരിയിട്ടില്ല കേട്ടോ. അപ്പൊ അത് ഊരിക്കളി ഇനി ഒരിക്കളി ആരെങ്കിലും വരുമ്പോട്ടെ. കുറിയൊക്കെ കണ്ടില്ലേ മൊത്തം അപ്പൂസ് കൊണ്ടുവന്ന കുറി. കുറിച്ചിട്ടാണ് വന്ന സന്തതല്ലേ. ഞങ്ങൾ പറഞ്ഞത് അമ്പലത്തെ കാര്യങ്ങളും അമ്പലത്തിൽ പോണതൊക്കെ പ്രത്യേക ഇഷ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തെളിച്ചൊക്കെ ഉണ്ട്. പിന്നെ വേദന ഉണ്ട്. വേദന വരുമ്പോ പിന്നെ ആകെ പ്രശ്നമാണ്. അല്ലെങ്കിലൊക്കെ ഓക്കെയാണ് കേട്ടോ. ചെറുതായിട്ടൊക്കെ പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ സോഫയിലൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ കഴിക്കേണ്ട കാര്യം പിന്നെ കുറച്ച് തന്നെ ഉള്ളൂ. അത് ഇതൊക്കെ ആയിട്ടും ഫ്രൂട്ട്സ് ഒക്കെ ജ്യൂസ് ആയിട്ടും ഉമ്മമ്പഴൊക്കെ ഇങ്ങനെ പൊളിച്ചു കൊടുത്താൽ അതൊക്കെ തിന്നും. ഇനി രാത്രിക്ക് ചൊള്ളാണ്ടിയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പൊളിച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ പോണത്. പിന്നെ അടുത്തുള്ള ചേച്ചികളും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ വർത്താനം പറയാൻ അമ്മയ്ക്ക് പോറടിക്കാതൊക്കെ അമ്മേന്റെ തിരക്കാരിങ്ങനെ ആരെങ്കിലും ആയിട്ട് ഉണ്ടാകും. അങ്ങനെയാണ്. അപ്പൊ അമ്മേനെ കാണിച്ചില്ല എന്ന് പറയല്. അമ്മേനെ കാണാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനുള്ളിൽ വർത്താനം പറഞ്ഞ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇതിനുള്ളിൽ അങ്ങനെ വർത്താനം പറയണ്ട, അമ്മേനെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനുള്ളിൽ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ വർത്താനം പറയലില്ല. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിനുള്ളിലേക്ക് കയറിയത് കേട്ടോ. പിന്നെ സന്ധ്യച്ചേച്ചി വന്നല്ലേ. അപ്പൊ പിന്നെ സന്ധ്യച്ചിന്റെ വർത്താനം എല്ലാം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയത്. ഇനി നാളെ സന്ധ്യച്ചി വരും ഇവർക്ക് പോകാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ ഉറുമാമ്പഴവും മാങ്ങയും ഒക്കെ ഉണ്ട് മുന്നിട്ടോ. അതൊക്കെ ഇങ്ങനെ തോല് എറിഞ്ഞിട്ട് കൊടുക്കണം. എല്ലാ ഉറുമാമ്പഴൊന്നും നന്നാവില്ല. അപ്പൊ അങ്ങനെ ചെത്തി നോക്കിയതിന് ശേഷം എടുക്കും. ഇതിന്റെ ജ്യൂസ് ഇഷ്ടമല്ല കേട്ടോ. കുരു ആക്കിയിട്ട് ഇതെങ്ങനെ കൊടുക്കേണ്ടത് എന്ന് ആരെങ്കിലും പറയണം കേട്ടോ. ചിലര് പറഞ്ഞിരുന്നു നാളെ ഇത് ജ്യൂസ് ആക്കി കൊടുക്കുന്നതാണ് നല്ലതെന്ന്. പക്ഷെ അത് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടമല്ല. ഈ ചെറിയ കുരൊക്കെ ഇങ്ങനെ അടിഞ്ഞു വരികയല്ലേ. അപ്പൊ ഞങ്ങൾ കുരു പെറുക്കി എടുത്തിട്ടാ കൊടുക്കല് കേട്ടോ. അത് മുളകാണപ്പോ ഇതിന്റെ കുരു എടുത്തോ. പിന്നെ മാങ്ങ ഉണ്ട്. മാങ്ങ ചെത്തിയിട്ട് ഇപ്പൊ ഒരു മാങ്ങ ഉണ്ടല്ലോ, നീലം മാങ്ങ. അത് നല്ല മധുരമാണ്. അത് സന്ധ്യക്ക് ഇപ്പൊ കൊണ്ടുവന്നതാണ്. അത് ചെത്തിയിട്ട് അതേപോലെ കുറച്ച് മുളക് ഉപ്പൊക്കെ ആക്കിയാൽ കൊടുക്കും. അപ്പൊ വിലല്ലേ മാങ്ങക്ക് ഇപ്പൊ. അപ്പൊ ആര് വരുമ്പോഴും മാങ്ങ നല്ലോണം കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് കുരുമുളക് ഉപ്പൊക്കെ ആക്കിയിട്ട് തിന്നും, ചെത്തി തിന്നും. ഇതൊക്കെ എന്തായിട്ട് കൊടുത്താലും ചെറുതായിട്ട് വയറ്റിലൊരു എന്തെങ്കിലും ഒന്ന് തട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് കൊടുക്കൂട്ടോ അമ്മേനെ നിർബന്ധിച്ചിട്ട്. ഇവിടെ സോണി ഇട്ടിട്ട് നിക്കണേ. ഓളെന്താ കണ്ടറിയാം. അതൊക്കെ ഞങ്ങള് കോവയ്ക്കാം ആദ്യമായിട്ട് സുർക്കയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നാള് വീഡിയോയിൽ കണ്ടു ഈ കോവയ്ക്ക എങ്ങനെ സുർക്കയിൽ ഇട്ടുകൂടെയെന്ന്. അപ്പോഴാണ് ഇത് ഇടുന്ന വിവരം തന്നെ ഞങ്ങൾ അറിയുന്നത്. എത്ര കോവയ്ക്കാണ് അതുമുള്ളത് അറിയോ. എന്താ എന്തെങ്കിലുമൊക്കെ കാട്ടിയാൽ തിന്നാലോ എന്ന് ഉപ്പേരി വെച്ചാലൊന്നും നമുക്ക് നമ്മളെ വീട്ടിലുള്ള സാധനത്തിന് വില ഉണ്ടാവില്ലല്ലോ. ഈ കോവയ്ക്കൊക്കെ നല്ല സാധനമാണ്. ഞാൻ വീട്ടിലൊക്കെ അച്ഛൻ എന്താ പറയാ പൈസ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിക്കൊണ്ടിരുന്നത്. ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇവിടെ എന്നിട്ട് ഞാൻ വീഡിയോയിൽ കണ്ടിട്ട് സുർക്കയിൽ പിടിച്ച ഇന്നൊക്കെ അത് ഉപ്പ് പിടിച്ചതാ. കുപ്പി കാലിയായി. എത്ര കാലം ഉണ്ടെന്ന് അറിയുന്നില്ല ഉപ്പിലിട്ട്. അപ്പൊ ഇത് തിന്നണ പണിയാണ് ഇവിടെ ഒരാൾക്ക്. പിന്നെ സ്വാദിന്റെ അവിടെ വയ്ക്കാണ് എനിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ റെഡിയാക്കി എടുക്കണേ. രാത്രിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിടന്നോട്ടെ. വയറ്റില് ഭക്ഷണമൊന്നും ശരിക്കില്ലാത്തല്ല, ചോറും തിന്നാത്തോണ്ടേ. അപ്പോഴും പ്രശ്നമുണ്ട്. എന്തുണ്ടായാലും ഒരു വേണ്ട കേട്ടോ. ഞങ്ങൾ ഈ ചിത്രതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കലില്ല. അതൊന്നും വേണ്ട. നമ്മളെ വിശേഷത്തിലോട്ട് നമുക്ക് ഇനി നാളെ കാണാം. ഭക്ഷണം അസുഖമൊന്നും ഒക്കെ മാറി ശരിക്കും അമ്മേന്റെ റിപ്പോർട്ടൊക്കെ കാണിച്ച് നല്ലൊരു റിസൾട്ട് ആണ് നമുക്ക് കേൾക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പൊ നമുക്ക് ഇനി നാളെ കാണാം കേട്ടോ.